പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉബുണ്ടുവിൽ ഏതുതരം വീഡിയോയും പ്ലേ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലെയറാണ് പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻസിലെ സോഫ്റ്റ്വെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സോഫ്റ്റ്വെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ തുറന്നു വരുന്ന ഭാഗത്ത് ഇൻസ്റ്റാൾഡ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ്, അതേപോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ കാണിക്കും. ഈ ചെയ്തതുപോലെ അതിൽ സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ VLC പ്ലെയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. VLC പ്ലെയറിൻ്റെ പ്രത്യേകത ഏത് തരം ഫോർമാറ്റിലുള്ള വീഡിയോകളും പ്ലേ ആകും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രവുമല്ല, ഉബുണ്ടുവിൽ ഈ ആപ്ലിക്കേഷൻ സൗജന്യമായി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ അതൊന്ന് ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് പാസ്വേഡാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ആ പാസ്വേഡ് ഇവിടെയും കൊടുക്കാം. ചില ആളുകൾ 1 2 3 4 ആയിരിക്കും. ഒന്നും പാസ്വേഡ് കൊടുക്കാത്ത ആളുകളോട് പാസ്വേഡ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും 4 പൂജ്യങ്ങൾ കൊടുത്താൽ ഇത് ഓപ്പണായി വരും. ഇനി ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ വീണ്ടും നമ്മളോട് ചോദിക്കുന്ന പാസ്വേഡ് നമ്മുടെ ഉബുണ്ടുവിൻ്റെ സൈൻ ഇൻ ചെയ്ത പാസ്വേഡാണ് ചോദിക്കുക. അതുകൊണ്ട് നമുക്കൊരു ഉബുണ്ടു സൈൻ ഇൻ പാസ്വേഡ് ആവശ്യമായി വരും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നു. തുടർന്ന് താഴെ പാസ്വേഡും കൊടുക്കുന്നു. ഓൾറെഡി ഉബുണ്ടുവിൽ സൈൻ ഇൻ ചെയ്ത ആളുകൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് കഴിയാത്ത ആളുകൾ ചെയ്യേണ്ടത് ഇതേപോലെ നമ്മൾ ജിമെയിൽ അഡ്രസ്സ് കൊടുക്കുക. താഴെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി ഐ വാണ്ട് ടു രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നേരത്തെ ജിമെയിൽ അഡ്രസ്സ് കൊടുത്തതുപോലെ തന്നെ മേൽഭാഗത്ത് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നു. അൺലോക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് വെബ് ബ്രൗസറിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം. അതല്ലെങ്കിൽ ലോഗിൻ ഉബുണ്ടു എന്ന് ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് ഉബുണ്ടുവിലും നമുക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഇവിടെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക എന്നതാണ്. തുടർന്ന് പാസ്വേഡുകൾ, യൂസർ നെയിമും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ സക്സസ്ഫുൾ എന്ന ഒരു മെസ്സേജ് നമുക്ക് കാണിച്ചു തരികയും ഈ പാസ്വേഡും യൂസർ നെയിമും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉബുണ്ടുവിലെ സോഫ്റ്റ്വെയറിൽ ഡയറക്റ്റ് എൻ്റർ ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ഉബുണ്ടുവിൽ നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ യൂസർ നെയിമും പാസ്വേഡും ചെയ്തു കൊടുത്താൽ മതിയാവുന്നതാണ്. ഞാൻ നേരത്തെ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ വീണ്ടും അത് ഓപ്പൺ ആവാൻ പ്രയാസം കാണിക്കുന്നത്. നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷനിലൂടെ ഇതിൻ്റെ കൃത്യമായ മെസ്സേജുകൾ, ഡീറ്റെയിൽസുകൾ കൊടുത്താൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്തേക്ക് വരേണ്ടതുണ്ട്. ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിർമ്മിച്ച യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുന്നതോടുകൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അനുമതി ഇവിടെ ലഭിക്കുകയായി. ഇനി നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്കാണ് പോകാനുള്ളത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചുകൂടെ കാര്യങ്ങൾ VLC പ്ലെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു VLC പ്ലെയർ എന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് നൽകുന്നത്, സംവിധാനങ്ങളാണ് നൽകുന്നത് എന്നുകൂടെ നമുക്കിതിൽ മനസ്സിലാക്കാം. കണ്ടിന്യൂ കൊടുക്കുക. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ലോഞ്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് VLC പ്ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ടൈപ്പിലുള്ള സെറ്റിങ്സുകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാണുന്നത് പോലെ ഏത് തരം സെറ്റിങ്സുകളും ചെയ്യാം. ഏതെങ്കിലും ഫയൽ ഓപ്പൺ ആവുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഫയൽ വേർഷൻ ഓപ്പൺ ചെയ്ത് ഒന്നുകിൽ ഡയറക്റ്റ് പ്ലേ ചെയ്തോ അല്ലെങ്കിൽ വീഡിയോ ഫയലുകൾ ഇതിലേക്ക് വലിച്ചിട്ടോ നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായി ഈ കാര്യങ്ങൾ കൃത്യമായി നടക്കുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ ശബ്ദവിന്യാസങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മേൽഭാഗത്ത് കാണുന്ന ഒരു മൈക്ക് ബട്ടൺ, എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ മേൽഭാഗത്തുള്ള സ്പീക്കറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ VLC പ്ലെയറിൻ്റെ മൈക്കിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ വോള്യത്തിൻ്റെയും കീകൾ കാണാം. അതിൽ വോള്യം വ്യത്യാസം വരുത്തി നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താം. താഴ്ഭാഗത്ത് കാണുന്ന സൗണ്ട് സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ശബ്ദത്തിൻ്റെ ക്ലിയർ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻപുട്ട് നമ്മൾ ഒഡാസിറ്റിയിൽ പഠിച്ചതുപോലെ തന്നെ ഇൻപുട്ട്, അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റുകൾ,
നമ്മൾ നിലവിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ സൗണ്ട് ഒക്കെ നമുക്കിതിൽ കൃത്യമായി രേഖപ്പെടുത്തി മനോഹരമായ ഒരു ശബ്ദത്തിൻ്റെ ശ്രവണ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുമായി നമ്മൾ വീണ്ടും കാണും. ക്യാബിൻ ചെക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട്. സ്നേഹപൂർവ്വം ജാഫർ മണിമല.